ഹായ്, നമസ്കാരം. ഞാൻ ഇന്നിവിടെ രാമായണത്തിലെ ചെറിയൊരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ വെച്ചാൽ ഹനുമാൻ സ്വാമി രാമായണത്തിലെ ഒരു മെയിൻ കഥാപാത്രമാണെന്ന് പറയാം നമുക്ക്, അല്ലേ? എനിക്ക് ഭയങ്കര ഭക്തിയാണ്. ഹനുമാൻ സ്വാമിയെ ഭയങ്കര ഇഷ്ടമാണ്. വടമാല, വെറ്റലമാല, അങ്ങനെ പല വഴിപാടുകളും ഞാൻ കഴിക്കാറുണ്ട്. വടമാലയൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് കഴിക്കാൻ നല്ല സ്വാദാണ്. അതിൻ്റെ പ്രസാദം പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് അത് മാത്രമല്ല, ഹനുമാൻജി എനിക്ക് നല്ല വിശ്വാസമാണ്. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം കേട്ടോ. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ, രാമായണത്തിൽ സീതയെ രാമൻ്റെ അടുത്തുനിന്ന് രാവണൻ അപഹരിച്ചുകൊണ്ട് പോയിട്ട് അശോകവനത്തിൽ കുറേ രാക്ഷസികളുടെ തടവറയിൽ, രാക്ഷസികളുടെ ഇതിൽ കാവലിൽ സീതാദേവി ഇരുത്തിയിരിക്കുകയാണ്. ആ സമയത്താണ് രാമദൂതനായിട്ട് ഹനുമാൻ ലങ്കയിലെത്തണത്. അപ്പോൾ ആ സന്തോഷം കൊണ്ട് രാമദൂതനെ കാണുമ്പോൾ രാമൻ്റെ വിവരങ്ങൾ കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം കൊണ്ട് സീതാദേവി വടപത്രം കൊണ്ട് മാലയുണ്ടാക്കി അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. അത് ഹനുമാന് നല്ലോണം ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വടപത്രം കൊണ്ട് മാലയുണ്ടാക്കി പറയുമ്പോൾ വടപത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലിൻ്റെ ഇല. വടപത്രം കൊണ്ട് മാലയുണ്ടാക്കി എന്ന് പറയുന്നത് ലോപിച്ച് വടമാല ആയി മാറിയതാണോ, അതോ വടയും ഹനുമാനും കൂടിയിട്ട് അങ്ങനെ ബന്ധിപ്പിക്കണ വല്ല കഥകളും ഉണ്ടോ? അതെനിക്ക് അത്ര വലിയ പിടുത്തമില്ല. പിന്നെ സീതാദേവി അവരുടെ കാവലിലിരിക്കുമ്പോൾ, രാക്ഷസികളുടെ കാവലിലിരിക്കുന്ന സമയത്ത് ഉഴുന്ന വെള്ളത്തിലിട്ട് അരച്ച് വടയുണ്ടാക്കി മാലയുണ്ടാക്കി ഇട്ട് കൊടുക്കാൻ മാത്രം ഒരു സാഹചര്യത്തിലായിരുന്നില്ല സീതാദേവി. അതിൻ്റെ പ്രായോഗിക വശം നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതിങ്ങനെ ലോപിച്ച്, ഈ വടപത്രം എന്നുള്ളത് ലോപിച്ച് വടയായതാണോ, അല്ല ഈ വടയും ഹനുമാൻജിയും കൂടിയിട്ട് വല്ല ഉള്ള കഥകൾ, അത് ചേർന്നിട്ടുള്ള വല്ല കഥകൾ ഉണ്ടോ എന്നുള്ളത് അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ.